ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭവനമേതാണ്? അല്ലാമ ഇബ്നു അഖീൽ അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു അഖീൽ അൽ ഹംബലിയോട് ചോദിക്കപ്പെടുകയാണ്. പ്രഗൽഭനായ പണ്ഡിതൻ, മാലിക്കി മദ്ഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകളോട് ചോദിച്ചു, അൽ ഹുജ്റത്തു ശരീഫ അഹിയ അഫ്ളലു അമിൽ കഅബ? മഹാനായ ഇബ്നു അഖീൽ തങ്ങളെ 1000 വോള്യം കിതാബുൽ ഫുനൂൻ എഴുതിയ ഇബ്നു അഖീൽ തങ്ങൾ 1000 വോള്യം, അത്ര പ്രഗൽഭനായ പണ്ഡിതൻ. പരിശുദ്ധ കഅബാലയമാണോ, പരിശുദ്ധമായ ഹബീബ് കിടക്കുന്ന ഹുജ്റത്തു ശരീഫ എന്ന്, റൗള എന്ന് നമ്മൾ വിളിക്കുന്ന ഹബീബ് കിടക്കുന്ന ആ റൂമാണോ, ഏതാണ് ശ്രേഷ്ഠമായത് എന്ന് ചോദിച്ചപ്പോ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പ്രഗൽഭനായ പണ്ഡിതന്റെ മറുപടി, വിശദീകരണം വേണ്ട മറുപടിയാണ്. ആ കെട്ടിടത്തിന്റെ ചുമരുകളും ആ കെട്ടിടവുമാണോ, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതല്ല, അവിടെ കിടക്കുന്ന ആരെ കുറിച്ചാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കിടക്കുന്നവരെ കുറിച്ചാണോ ചോദ്യം? റസൂലിനെ കുറിച്ചാണോ? നിങ്ങൾ ഒരു കെട്ടിടമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഹിയൽ കഅബ, അത് കഅബയാണ്. പരിശുദ്ധ കഅബാലയത്തോളം പുണ്യമായൊരു ഭവനം അല്ലാഹുവിന്റെ ലോകത്ത് വേറെയില്ല. പക്ഷേ അൽ ഹുജ്റത്തു ശരീഫ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്ന ലോകത്തോട് വിട പറഞ്ഞ നബി, ഹബീബായ നബി തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന പരിശുദ്ധമായ ഹുജ്റയിലെ ആ മണ്ണിനെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ, ആ മണ്ണിൽ കിടക്കുന്ന പുണ്യ റസൂല് കിടക്കുന്ന മണ്ണിനെ കുറിച്ചാണോ ചോദ്യമെങ്കിൽ, ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച ചരാചരങ്ങളിൽ, മണ്ണിൽ, കല്ലുകളിൽ, ഭവനങ്ങളിൽ അല്ല, കല്ലുകളിലും പാറക്കെട്ടുകളിലും പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ഏറ്റവും ശ്രേഷ്ഠമായത് അവിടെ കിടക്കുന്ന ഹബീബിന്റെ പരിശുദ്ധ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണാണ്. ലഹിയ അഫ്ളലു മിൻ അർശില്ലാഹ്. ആര് പറഞ്ഞു? അല്ലാമ ഇബ്നു അഖീൽ തങ്ങളെ. അർശിനെക്കാളും പുണ്യമാണ്. വമിനൽ ജന്നതി, സ്വർഗ്ഗലോകത്തെക്കാളും പുണ്യമാണ്. വമിനൽ കഅബതി, കഅബയെക്കാളും ഹബീബിന്റെ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് ശ്രേഷ്ഠത. ഭവനമെങ്കിൽ കഅബക്കു തന്നെയാണ്. തെറ്റിദ്ധാരണ വരരുത്, തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ പറയുന്നു ശരിക്ക് മനസ്സിലാക്കുക. കഅബാലയം എന്ന് പറയുന്ന നമ്മുടെ ഖിബ്ലയായ, നമ്മുടെ ജിഹത്തുൽ ഖിബ്ലയായ അല്ലാഹുവിന്റെ ഭവനം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, പരിശുദ്ധമായ മുബാറക്കായ മക്കയിൽ അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കഅബാലയം എന്ന ഭവനം ലോക ഭവനങ്ങളിൽ, അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ ഏറ്റവും വലുതാണ്. ഭവനങ്ങളിൽ ഏറ്റവും അഫ്ളലാണ്. അതിനേക്കാളും അഫ്ളലായ ഭവനമില്ല. എന്നാൽ മണ്ണിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ, ഹബീബ് കിടക്കുന്ന, ഹബീബിന്റെ പുണ്യ ശരീരം ചേർന്ന് കിടക്കുന്ന മണ്ണിനാണ് കഅബാലയത്തിന്റെ മണ്ണിനേക്കാളും ശ്രേഷ്ഠതയെന്ന് മാത്രമല്ല, അർശിനെക്കാളും സ്വർഗ്ഗലോകത്തെക്കാളും ശ്രേഷ്ഠത ഹബീബ് കിടക്കുന്ന റൗളക്കാണെന്ന് ബിഇജ്മാഇൽ ഉമ്മ. അവരാണ് നബിയുനാ റസൂലുള്ളാഹ്.